Okay, so managing the storage infrastructure. Okay. So complexity of business processes and requirements of 24/7 availability of information have put increasingly higher demands on the storage infrastructure. So managing storage infrastructure efficiently is a key that enables organizations to address these challenges and ensure continuity of business. We already discussed the business continuity on module 5. Okay. Comprehensive storage infrastructure management requires the implementation of intelligent tools and robust processes to meet the required service levels. These tools enable performance tuning, data protection, access control, centralized auditing, and meeting compliance requirements. They also ensure the consolidation and better utilization of existing resources, thereby limiting the need for excessive ongoing investment on infrastructure. The management process defines procedures for efficient handling of various operations such as incident, problem, and change request. It is imperative to manage not just the individual component but also the infrastructure end-to-end due to the components' interdependency. Storage infrastructure management is also composed of strategies such as information life cycle management that optimizes the storage investment while meeting the service levels. Okay, ILM, information lifecycle management, helps to manage information based on its value to the business. ILM നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് module 1 ൽ. ILM എന്തായിരുന്നു? Information life cycle എന്തായിരുന്നു അത്? ഇൻഫോർമേഷൻ ലൈഫ് സൈക്കിൾ എന്തായിരുന്നു? കേട്ടിട്ടുണ്ടോ ഇൻഫോർമേഷൻ ലൈഫ് സൈക്കിൾ? ഓർമ്മയുണ്ടോ? കേട്ട ഓർമ്മയുണ്ടോ? റെസ്പോണ്ട് ചെയ്ത്. ഹലോ, ഇൻഫോർമേഷൻ ലൈഫ് സൈക്കിൾ നമ്മളൊരു എക്സാമ്പിൾ ഒക്കെ വെച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിൽസ് ഓർഡർ ഒക്കെ വെച്ചിട്ട്, മീൻസ് എന്തൊരു ഡാറ്റ ആയിക്കോട്ടെ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് അതിന് ഹൈ ഇമ്പോർട്ടൻസ്, ഹൈ വാല്യൂ ആയിരിക്കും അല്ലെ. ദെൻ ആ ഒരു ഹൈ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫ്രീക്വന്റ്ലി ആക്സസ് ചെയ്യും അതിനെ അല്ലെ. ജസ്റ്റ് ഒരു ഡാറ്റ ജസ്റ്റ് ഇപ്പൊ ക്രിയേറ്റ് ചെയ്തിട്ടേ ഉള്ളൂ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞത് ഓർഡർ ആയിരുന്നു, സെയിൽസിന്റെ ആയിരുന്നു. ഇപ്പം ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഓർഡറിന് അവിടെ ഹൈ പ്രയോറിറ്റി ആണ്, ഹൈ വാല്യൂ ആണ് അല്ലെ. ഫാസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ആ ഒരു ഓർഡർ എന്ത് ചെയ്യും? സർവീസ് ചെയ്യാൻ തുടങ്ങും അല്ലെ. ആണോ? ആ ഓർഡർ പിന്നെ വേഗം തന്നെ നമ്മൾ ചെയ്യും അല്ലേ. ദെൻ ഹോം ഡെലിവറി വാട്ടെവർ, ആ ഒരു ഓർഡർ ഡെലിവേർഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്പെസിഫിക് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ ഡിക്രീസ് ആയി അല്ലേ. ദെൻ വി കെപ്റ്റ് ദാറ്റ് ഇൻ എ സെക്കൻഡറി സ്റ്റോറേജ് അണ്ടിൽ ഇറ്റ്സ് എന്താ വാറണ്ടി പീരീഡ് വരെ നമ്മളൊരു സെക്കൻഡറി സ്റ്റോറേജിൽ കീപ്പ് ചെയ്യും. ദെൻ ആഫ്റ്റർ ദാറ്റ് അത് അല്ലേ. ആണോ? ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആ ഒരു ഡാറ്റ കളയും അല്ലേ. ആണോ? സോ ഇൻഫർമേഷൻ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്ന സമയത്ത് എന്താ? ഹാസ് ടൈം ചേഞ്ചസ്, ദ വാല്യൂ ഓഫ് എ ഡാറ്റ ചേഞ്ചസ് അല്ലേ. ആണോ? ഹലോ, നിങ്ങൾ അവിടെ ഉണ്ടോ? എന്തെങ്കിലും ഒന്ന് റെസ്പോണ്ട് ചെയ്യോ? അഭിനവേ, അശ്വതി, ഇൻഫോർമേഷൻ ലൈഫ് സൈക്കിൾ ഓർമ്മയുണ്ടാ? ഹലോ. ഓക്കെ, ഓക്കെ. സോ ഇവിടെ പറയുന്നത് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ്. ഓക്കെ, ഈ ഒരു
ലൈഫ് സൈക്കിൾ മാനേജ്മെന്റ് മീൻസ് ടു സർവീസ് ലെവൽസിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെയും നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട്. ഓക്കെ, ILM ആയിക്കോട്ടെ, ബിസിനസ് കണ്ടിന്യൂറ്റി ഇപ്പൊ കുറച്ച് മുമ്പ് പറഞ്ഞു. ഓക്കെ, so managing the storage infrastructure requires performing various activities including accessibility, capacity, performance, and security management. Okay, all of these activities are interrelated and should be considered to maximize the return on investment. Okay, virtualization technologies have dramatically changed the storage infrastructure management paradigm. Okay, virtualization ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് 6th മൊഡ്യൂളിലെ സെക്കൻഡ് സെക്ഷൻ മാനേജിങ് ദ സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ, അതിലെ ഫസ്റ്റ് ടോപ്പിക് ആണ് മോണിറ്ററിങ്. ഓക്കെ, ഓൾറെഡി മോണിറ്ററിങ് എന്താന്ന് നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പം മോണിറ്ററിങ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്സ് ദാറ്റ് ഫോംസ് ദ basis for managing storage infrastructure resources. Monitoring provides the performance and accessibility status of various components. It also enables administrators to perform essential management activities. It also helps to analyze the utilization and consumption of various storage infrastructure resources. This analysis facilitates capacity planning, forecasting, and optimal use of these resources. Storage infrastructure environment parameters such as heating and power supplies are also monitored. Okay, so monitoring എന്താന്നുള്ളത് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആക്സസിബിലിറ്റി, കപ്പാസിറ്റി, പെർഫോമൻസ് ആൻഡ് സെക്യൂരിറ്റി. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി ആ ഓരോ ബേസിസിൽ നമ്മൾ എങ്ങനെ മോണിറ്റർ ചെയ്യുന്നു, അതുകൊണ്ട് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ഓക്കെ, so storage infrastructure components should be monitored for accessibility, capacity, performance, and security. Okay, accessibility എന്ന് പറയുന്ന സമയത്ത് എന്താ മീൻ ചെയ്യുന്നത്? ദ അവൈലബിലിറ്റി ഓഫ് എ കമ്പോണന്റ്, അല്ലെ? അവൈലബിലിറ്റി ഓഫ് എ കമ്പോണന്റ് ടു പെർഫോം ഇറ്റ്സ് ഡിസൈർഡ് ഓപ്പറേഷൻ ഡ്യൂറിങ് എ സ്പെസിഫിക് period of time. Okay, so monitoring the accessibility of hardware components or a software component. Hardware components എന്ന് പറയുന്ന സമയത്ത് പോർട്ട്, HBA, ഡിസ്ക് ഡ്രൈവ് ഒക്കെ അതിൽ പെടും, ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഡാറ്റാബേസ് ഒക്കെ അതിൽ പെടും. Okay, so monitoring the accessibility of hardware components or software component involves checking their availability status by reviewing the alert generated from the system. Okay, so for example, a port failure might result in a chain of availability alerts. Okay, already അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് availability. Okay, and a storage infrastructure uses redundant components to avoid a single point of failure. Single point of failure എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ എന്തായിരുന്നു? സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പിള്ളേരെ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ. കേട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ട് പറയൂ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. എവിടെയാ കേട്ടിട്ടുള്ളത്? നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഓക്കെ, സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ മൊഡ്യൂൾ 5 ഓക്കെ, സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയർ കണ്ടിട്ടുള്ളതാണ് അല്ലെ? ഫെയിലിയർ ഓഫ് വൺ കമ്പോണന്റ് that can terminate the availability of the entire system or IT service. Okay, so a storage infrastructure uses redundant components to avoid a single point of failure. Failure of a component might cause an outage that affects application availability, or it might cause performance degradation.
even though accessibility is not compromised. Okay, so continuously monitoring for expected accessibility of each component and reporting any deviation helps the administrator to identify failing components and plan corrective action to maintain SLA requirements. SLA means service level agreement. That means the services we expect from a vendor. Okay, so മോണിറ്ററിങ് ആക്സസിബിലിറ്റിയുടെ ബേസിലുള്ള മോണിറ്ററിങ്ങിനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ക്ലിയർ ആണോ? Accessibility means it refers to the availability of a component to perform its desired operation during a specified time period. Okay, അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താ? ഹാർഡ്വെയർ കമ്പോണൻസ് ആൻഡ് സോഫ്റ്റ്വെയർ കമ്പോണൻസിനൊക്കെ മോണിറ്റർ ചെയ്യുക. ഓക്കെ, അവരുടെ സ്റ്റാറ്റസ് എന്താന്നുള്ളത് ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ സിംഗിൾ പോയിന്റ് ഫെയിലർ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വി യൂസ് റിഡൻഡന്റ് കമ്പോണൻസ്. ഓക്കെ, ഓക്കെ, എപ്പോഴും ആക്സസിബിലിറ്റി ഓരോ കമ്പോണന്റിന്റെ ആക്സസിബിലിറ്റി ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ അപ്പം തന്നെ റിപ്പോർട്ട് ചെയ്യുക. സോ ദാറ്റ് അവർ അഡ്മിനിസ്ട്രേറ്റർ ക്യാൻ എന്ത് ചെയ്യാം, ഫെയിലിയർ ഇല്ലാതെ കറക്റ്റീവ് ആക്ഷൻസ് ഒക്കെ പ്ലാൻ ചെയ്യാം ടു മെയിൻറ്റെയിൻ ടു മീറ്റ് ദ റിക്വയർമെന്റ്സ്. ഓക്കെ, ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. Okay, and next, capacity. Capacity refers to the amount of storage infrastructure resources available. അല്ലെ, capacity monitoring എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ടാവും? ഫ്രീ സ്പേസ് അവൈലബിൾ ആണോ, അല്ലെ, പോർട്സ് അവൈലബിൾ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കപ്പാസിറ്റി മോണിറ്ററിംഗിൽ ഇൻക്ലൂഡ് ആവുന്നത്. ഓക്കെ, സോ മീൻസ് എന്തെങ്കിലും ഒരു സർവീസ് ചെയ്യാൻ പ്രോപ്പർ എമൗണ്ട് ഓഫ് റിസോഴ്സസ് ഉണ്ടോ ഒക്കെ ചെക്ക് ചെയ്യുന്നത് കപ്പാസിറ്റി മോണിറ്ററിംഗിൽ പെടുന്ന തന്നെയാണ്. ഓക്കെ, സോ ഇറ്റ് എൻഷുവേഴ്സ് കപ്പാസിറ്റി മോണിറ്ററിംഗ്, ഇറ്റ് എൻഷുവേഴ്സ് അൺഇൻറ്ററപ്റ്റഡ് ഡാറ്റ അവൈലബിലിറ്റി ആൻഡ് സ്കേലബിലിറ്റി ബൈ അവേർട്ടിംഗ് ഔട്ടേജസ് ബിഫോർ ദേ ഒക്കർ. Okay, for example, if 90% of the ports are utilized in a particular SAN fabric, this could indicate that a new switch might be required if more arrays and servers need to be installed on the same fabric. Okay, capacity monitoring usually leverages analytical tools to perform trend analysis. These trends help to understand future resource requirements and provide an estimation on the timeline to deploy them. Okay, capacity മോണിറ്ററിംഗ് ഓക്കെ ആണോ? ഹലോ, ഓക്കെ, ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ് വരുന്നത് പെർഫോമൻസ്. ഓക്കെ, പെർഫോമൻസിന്റെ ബേസിസിലാണ് പെർഫോമൻസ് മോണിറ്ററിംഗ്. ഇറ്റ് ഇവാലുവേറ്റ്സ് ഹൗ എഫിഷ്യൻ്റ്ലി ഡിഫറെന്റ് സ്റ്റോറേജ് ഇൻഫ്രാസ്ട്രക്ചർ components are performing and helps to identify bottlenecks. Okay, performance monitoring, it measures and analyzes behavior in terms of response time or the ability to perform at a certain predefined level. It also deals with the utilization of resources, which affects the way resources behave and respond. Okay, പെർഫോമൻസിന്റെ ബേസിസിൽ മോണിറ്റർ ചെയ്യാണ്. സോ എന്തെങ്കിലും ബോട്ടിൽ നെക്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കിട്ടും. അത് നമ്മൾ എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കും. സോ യു ക്യാൻ പ്ലാൻ ഫോർ ദ കറക്റ്റീവ് ആക്ഷൻസ്. ഓക്കെ, then performance measurement is a complex task that involves assessing various components on several interrelated parameters. The number of IOs performed by a disk, application response time, network utilization, and server CPU utilization are examples of performance parameters that are monitored. Okay, performance parameters, examples of performance parameters. Okay, hello. The last one, security. Okay.
So monitoring a storage infrastructure for security, it helps to track and prevent unauthorized access, whether accidental or malicious. So security monitoring helps to track unauthorized configuration changes to storage infrastructure resources. For example, security monitoring tracks and reports the initial zoning configuration performed and all the subsequent changes. Security monitoring also detects unavailability of information to authorized users due to a security breach. And physical security of a storage resources, storage infrastructure can also be continuously monitored using badge reader, biometric scans, or video cameras. Okay, so just monitoring എന്ന് പറയുന്നത് നമ്മൾ ഈ 4 കാര്യങ്ങൾ accessibility, capacity, performance and security ഈ 4 ബേസിസിലായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. Okay, so first one, accessibility. It refers to the availability of a component to perform its desired operation during a specified time period. അപ്പം അവിടെ നമ്മൾ ഹാർഡ്വെയർ കമ്പോണൻസും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ കമ്പോണൻസും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ അപ്പം അവിടെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻസ് നമ്മൾ കാണുകയാണെങ്കിൽ കമ്പോണൻസിന്റെ കാര്യത്തിൽ സപ്പോസ് നമ്പർ ഓഫ് പോർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഡീവിയേഷൻസ് കാണുകയാണെങ്കിൽ അപ്പം തന്നെ നമ്മളത് എന്ത് ചെയ്യും, അഡ്മിനിസ്ട്രേറ്ററിനെ അറിയിക്കും. ഓക്കെ, സിംഗിൾ പോയിന്റ് ഓഫ് ഫെയിലിയറിനൊക്കെ നമ്മൾ ഡിഡൻഡന്റ് കമ്പോണൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് എന്താ, നമുക്കൊരു നമ്മുടെ ഓപ്പറേഷൻസ്, ഡാറ്റാ സെന്ററിലുള്ള ഓപ്പറേഷൻസ്, അതുപോലെ തന്നെ നമ്മുടെ യൂസേഴ്സ്, കസ്റ്റമേഴ്സിനുള്ള സർവീസിനൊക്കെ എന്താണ് അൺഇൻറ്ററപ്റ്റഡ് ആയിട്ട് സർവീസസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഗോൾ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഓൾറെഡി അറിയാം, നമുക്കിപ്പോൾ കുറച്ച് എന്താ പറയാ ഇമ്പോർട്ടൻസ് കൂടി വരാണ്, ഡാറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൂടി വരാണ്. ഓക്കെ, സോ ഈ ഒരു ചലഞ്ചസ് ഒക്കെ കാരണമാണ് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കോംപ്ലക്സിറ്റീസ് ഒക്കെ കൂടി വരുന്നുണ്ട് ഡാറ്റാ സെന്റർ ഓപ്പറേഷൻസ് ആണെങ്കിലും. ഓക്കെ, സോ നമ്മുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് the data should be available to its authorized users whenever they want. Okay, okay, so accessibility-യുടെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞു monitoring, the accessibility of hardware components and software components. Okay, then capacity-യുടെ അവിടെ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, it refers to the amount of storage infrastructure resources available. Okay, capacity monitoring ensures uninterrupted data availability and scalability by averting outages before they occur. Okay, അപ്പം നമുക്കൊരു സർവീസ് വരുന്ന സമയത്ത് തന്നെ നമുക്ക് പറയാൻ പറ്റും എത്ര റിസോഴ്സസ് അതിന് വേണം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അഡീഷണൽ റിസോഴ്സസ് വേണോ അതോ ഉള്ളത് മതിയോ എന്നുള്ളതൊക്കെ ഇത് വെച്ചിട്ടാണ്, കപ്പാസിറ്റി മോണിറ്ററിംഗ് വെച്ചിട്ടാണ്. Okay, then performance monitoring, it evaluates how efficiently different storage infrastructure components are performing and helps to identify bottlenecks. Okay, then last one, security monitoring helps to track unauthorized configuration changes to storage infrastructure resources. Okay ആണോ? Hello, monitoring parameters ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. Okay, മോണിറ്ററിംഗ് പാരാമീറ്റേഴ്സ് ആണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണോ? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, മോണിറ്ററിംഗ് എന്നുള്ള ടോപ്പിക്കിൽ സബ് ടോപ്പിക്കായിട്ട് വരുന്നതാണ് മോണിറ്ററിംഗ് പാരാമീറ്റേഴ്സ്. ആൻഡ് നെക്സ്റ്റ് സബ് ടോപ്പിക് ആണ് കമ്പോണൻസ് മോണിറ്റേർഡ്. Okay, components monitored. Host, networks, and storage are the components within the storage environment that should be monitored for accessibility, capacity, performance, and security. Okay, but these components can be physical or virtualized. Okay, ഇനി host, storage network, storage ഈ 3 componentsനെ കുറിച്ചാണ് പറയുന്നത്. Okay, host. The accessibility of a host depends on the availability status of the hardware components and the software processing
software processes running on it. Okay. For example, a host NIC failure might cause inaccessibility of the host to its user. Server clustering is a mechanism that provides high availability if a server failure occur. Okay. So accessibility of a host depends on the availability status of the hardware component and the software processes running on it. And monitoring the file system capacity utilization of a host is important to ensure that sufficient storage capacity is available to the applications. Running out of file system space disrupts applications availability. Monitoring helps estimate the file system growth rate and predict when it will reach 100%. Accordingly, the administrator can extend manually or automatically the file system space proactively to prevent application outage. Use of virtual provisioning technology enables efficient management of storage capacity requirements but is highly dependent on capacity monitoring. Okay. അപ്പോൾ ഹോസ്റ്റിന്റെ ബേസിലും കമ്പോണൻസ് ടു ബി മോണിറ്റേർഡ് ഹോസ്റ്റ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയും നമ്മൾ ഈ ഒരു ആക്സസിബിലിറ്റി, കപ്പാസിറ്റി, ഇതുപോലെ തന്നെ പെർഫോമൻസ്, സെക്യൂരിറ്റി അവിടെയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഹോസ്റ്റിന്റെ ബേസ്ഡ് ആയിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. ദെൻ പെർഫോമൻസ്. ഹോസ്റ്റ് പെർഫോമൻസ് മോണിറ്ററിംഗ് മെയിൻലി ഇൻവോൾവ്സ് എ സ്റ്റാറ്റസ് ചെക്ക് ഓൺ ദ യൂട്ടിലൈസേഷൻ ഓഫ് വേരിയസ് server resources such as CPU and memory. Okay. For example, if a server running an application is experiencing 80% of CPU utilization continuously, it indicates that the server may be running out of processing power, which can lead to degraded performance and slower response time. So administrators can take several actions to correct the problem, such as upgrading or adding more processors and shifting the workload to different servers. In a virtualized environment, additional CPU and memory may be allocated to VMs, virtual machines, dynamically from the pool if available to meet the performance requirements. Okay, and then last security basis la parayanengi, security monitoring on servers involves tracking of logging failures and execution of unauthorized applications or software processes. Proactive measures against unauthorized access to the servers are based on the threat identified. For example, an administrator can block user access if multiple login failures are logged. Okay. So ബാങ്കിലൊക്കെ അത് കണ്ടിട്ടുണ്ട് അല്ലെ, SBI ലൊക്കെ പെർ ഡേ 3 times പറ്റുള്ളൂ അല്ലെ, 3 times പെർ ഡേ 3 times ലോഗിൻ ഫെയിലർ ആയിട്ടുണ്ടെങ്കിൽ അവര് അന്നത്തെ ആ ഒരു ഡേയിൽ പിന്നെ ലോഗ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും അല്ലേ. സോ ആ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്, ഹോസ്റ്റിന്റെ ബേസിസിൽ പറഞ്ഞിട്ടുള്ളതാണ്. സോ അത് കുഴപ്പമില്ലല്ലോ, ഹോസ്റ്റിന്റെ കാര്യം, കമ്പോണൻസ് മോണിറ്റേർഡ് ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഹലോ. And next one, storage network. Okay, storage network ആണ് ഓൾറെഡി നമുക്ക് അറിയാവുന്ന തന്നെയാണ്. സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്തിനാ യൂസ് ചെയ്യുന്നത്? പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ അവർ സെർവർ ആൻഡ് ദി സ്റ്റോറേജ് അറേ അല്ലെ, ഫസ്റ്റ് മൊഡ്യൂളിൽ തന്നെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ, അതിലെന്തൊക്കെയുണ്ട്? ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ എന്തൊക്കെ എലമെന്റ്സ് ആയിരുന്നു ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചത്? ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫസ്റ്റ് മൊഡ്യൂളില് കീ എലമെന്റ്സ് എന്തൊക്കെയായിരുന്നു? ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ കേട്ടുണ്ടോ? ഹലോ, റെസ്പോണ്ട് ചെയ്തേ. എന്തൊക്കെയായിരുന്നു കീ എലമെന്റ്സ്? ആപ്ലിക്കേഷൻ, DBMS, പിന്നെ ഹോസ്റ്റ് ഓർ കമ്പ്യൂട്ട്, നെറ്റ്വർക്ക്, സ്റ്റോറേജ്, ഇങ്ങനെ 5 എസെൻഷ്യൽ എലമെന്റ്സ് ആയിരുന്നു. 5 കോർ എലമെന്റ്സ് ആയിരുന്നു നമുക്ക് ഡാറ്റാ സെന്ററിൽ ഉണ്ടായിരുന്നത്. അതിലെ ആ സ്റ്റോറേജ് നെറ്റ്വർക്കിന്റെ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഡാറ്റ പാത്ത് ദാറ്റ് ഫെസിലിറ്റേറ്റ്സ് കമ്മ്യൂണിക്കേഷൻസ് അമംഗ് വേരിയസ് നെറ്റ്വർക്ക് ഡിവൈസസ്. പ്രോപ്പർലി സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്നൊക്കെ പറയുന്നത് സെർവർ ആൻഡ് സ്റ്റോറേജ് അറേസ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് നമ്മൾ വെക്കുന്നതാണ്.
Okay, storage networks need to be monitored to ensure uninterrupted communication between the server and the storage array. Uninterrupted access to data over storage network depends on the accessibility of the physical and logical components of the storage network. Okay, so physical components of a storage network എന്ന് പറയുന്ന സമയത്ത് it includes switches, പോർട്സ് കേബിൾ ആൻഡ് ഓൾ ആൻഡ് ലോജിക്കൽ കമ്പോണൻസ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സോണിങ് അതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, സോണിങ്, സബ്നെറ്റിംഗ്. ഓക്കെ, സബ്നെറ്റിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ. ഓൾറെഡി ക്ലാസ് എ, ക്ലാസ് ബി, ക്ലാസ് സി ഒക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. സബ്നെറ്റിംഗ് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരു ഹോസ്റ്റ് പാർട്ടുന്ന എത്ര ബിറ്റ്സ് നമ്മൾ നെറ്റ്വർക്കിലേക്ക് എടുക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതല്ലേ. ഹലോ, റെസ്പോണ്ട് ചെയ്തേ. ഓക്കെ, ജസ്റ്റ് ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഫിസിക്കൽ കമ്പോണൻസ് ഓഫ് എ സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സമയത്ത് സ്വിച്ച്, പോർട്ട്, കേബിൾ പോലെയുള്ള കാര്യങ്ങളാണ്. ആൻഡ് ലോജിക്കൽ കമ്പോണൻസ് ഓഫ് എ സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സമയത്ത് സോണിംഗ് ഒക്കെയാണ് അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. ഓക്കെ, so any failure in the physical or logical component cause the data unavailability. Okay, so errors in zoning such as specifying the wrong WWN port results in failure to access that port, which potentially prevents access from a host to its storage. ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്. ഓക്കെ, സോ ഇവിടെ അവൈലബിലിറ്റിയുടെ കാര്യം പറഞ്ഞു, മീൻസ് ആക്സസിബിലിറ്റിയുടെ കാര്യം പറഞ്ഞു. ദെൻ capacity monitoring in a storage network involves monitoring the number of available ports in a fabric, the utilization of the inter-switch links or individual ports, and each interconnect device in a fabric. Okay, capacity monitoring provides all the required inputs for future planning and optimization of fabric resources. Next, performance ആണ്. Monitoring the performance of a storage network enables assessing individual components' performance and help to identify network bottlenecks. For example, monitoring port performance involves measuring the receive or transmit link utilization metrics, which indicates how busy the switch port is. Heavily used ports can cause queuing of I/O on the server, which results in poor performance. Okay. For IP networks, monitoring the performance include monitoring network latency, packet loss, bandwidth utilization for I/O, network errors, packet retransmission rates, and collisions. Okay. So last security in the baseline storage security monitoring. Security monitoring provides information about any unauthorized change to the configuration of the fabric, changes to the zone policies that affect. Okay, changes to the zone policies are example of that security breach to a storage network. Okay, so login failures and unauthorized access to switches for performing administrative changes should be logged and monitored continuously. Okay, അപ്പോൾ നമ്മുടെ ഈ രണ്ട് ഹോസ്റ്റ് ആൻഡ് സ്റ്റോറേജ് നെറ്റ്വർക്ക്, ഈ രണ്ട് കമ്പോണൻസ് നേരത്തെ പറഞ്ഞ പോലെ ആക്സസിബിലിറ്റി, കപ്പാസിറ്റി, പെർഫോമൻസ്, സെക്യൂരിറ്റി, ഈ 4 ബേസിസിൽ മോണിറ്റർ ചെയ്യുന്ന കാര്യം പറഞ്ഞു. ദെൻ ലാസ്റ്റ് വൺ സ്റ്റോറേജ്. ഇവിടെയാണ് നമ്മുടെ one of the most important asset ഇരിക്കുന്നത്, our information. The accessibility of the storage array should be monitored for its hardware components and various processes. Storage arrays are typically configured with redundant components, and therefore individual component failure does not usually affect their accessibility. However, failure of any process in the storage array might disturb or compromise business operations. For example, the failure of a replication task affect disaster recovery capabilities. Some storage arrays provide the capability to send messages to the vendor support center if hardware or processes failure occur, refer to as a call home. Okay. Then capacity monitoring of a storage array enables the administrator to respond to storage needs preemptively based on capacity utilization and consumption trends. Information about unconfigured and unallocated storage space enables the administrator to decide whether a new server can be allocated storage capacity from the storage array.
ഓക്കെ, സോ ഓൾറെഡി നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഓൾറെഡി പറഞ്ഞു നമ്മൾ. ആക്സസിബിലിറ്റി എന്ന് പറയുന്ന സമയത്ത് അവൈലബിലിറ്റി ആണ് കാണിക്കുന്നത്. അവൈലബിലിറ്റി ഓഫ് എ ഹാർഡ്വെയർ ഓർ സോഫ്റ്റ്വെയർ കമ്പോണന്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ്, അല്ലെ, ഫോർ എ പർട്ടിക്കുലർ ടൈം പീരീഡ്. അതുപോലെ തന്നെ കപ്പാസിറ്റി എന്ന് പറയുന്ന സമയത്ത് ഓൾറെഡി നമ്മൾ പറഞ്ഞു ഹൗ മെനി റിസോഴ്സസ് ആർ ദർ. ഓക്കെ, സോ ഈ കപ്പാസിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇതിപ്പോ എല്ലാം സ്റ്റോറേജിലാണ് നടക്കുന്നത്. ഓക്കെ, ഇപ്പൊ സ്റ്റോറേജിലെ കപ്പാസിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു പർട്ടിക്കുലർ കാര്യം, ഓക്കെ, എത്ര മീൻസ് ജസ്റ്റ് ഒന്ന് ഫ്യൂച്ചറിനും കൂടി റിസോഴ്സസിനെ പറ്റി ബാധിക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറയും. കപ്പാസിറ്റി മോണിറ്ററിംഗ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ എത്ര റിസോഴ്സസ് അവൈലബിൾ ആണ്, ഓക്കെ, ഫ്യൂച്ചറിൽ നമുക്ക് മീൻസ് അഡീഷണൽ സെർവേഴ്സോ അഡീഷണൽ കാര്യങ്ങളോ അഡീഷണൽ സ്റ്റോർ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ വേണോ വേണ്ടോ ഒക്കെ നമ്മൾ ഈ കപ്പാസിറ്റി മോണിറ്ററിംഗിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദെൻ a storage array can be monitored using a number of performance metrics, okay, such as utilization rates of the various storage array components, IO response time, and cache utilization. For example, an overutilized storage array component might lead to performance degradation. Okay, storage array is usually a shared resource which may be exposed to security threats. So monitoring security helps to track unauthorized configuration of the storage array and ensures that only authorized users are allowed to access it. Okay, so either component ആയിക്കോട്ടെ, host ആയിക്കോട്ടെ, storage network ആയിക്കോട്ടെ, storage ആയിക്കോട്ടെ, these are the components to be monitored. Okay, so എല്ലാത്തിലും നമ്മൾ ഈ ഒരു accessibility, performance and security ഈ ഒരു കാര്യങ്ങൾ, accessibility, capacity, performance and സെക്യൂരിറ്റി, ഈ ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഹോസ്റ്റിൽ എന്ന് പറയുന്ന സമയത്ത് ഹോസ്റ്റിലെ കാര്യങ്ങളായിരിക്കും, സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്ന് പറയുന്ന സമയത്ത് ആ ഒരു നെറ്റ്വർക്കിന്റെ കാര്യങ്ങളായിരിക്കും, സ്റ്റോറേജ് എന്ന് പറയുന്ന സമയത്ത് സ്റ്റോറേജിന്റെ കാര്യങ്ങളായിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണോ? റെസ്പോണ്ട് ചെയ്തേ. അവിടെ ആരും ഇല്ലേ? ഹലോ, എടാ എത്രയും പറഞ്ഞാൽ മനസ്സിലായോ? എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? സിമ്പിൾ ടോപ്പിക്സ് ആണ്. ഓക്കെ, അറ്റൻഡൻസ് പറയൂ. അഭിലാഷ്, അഭിലാഷ് ഇല്ലേ? ഓക്കെ, അഭിലാഷ് ആബ്സെന്റ്. അഭിനവ്, ഓക്കെ, അഭിനവിനെ വിളിച്ച സമയത്ത് അഭിനവ് എവിടെയായിരുന്നു? ആ, ഓക്കെ, അൻസബ്, അനുശ്രീ, അശ്വിൻ, അർജുൻ, ഓക്കെ, അതുൽ ദിനേശ്, അതുൽ സത്യപാൽ, ഫജർ, ജാസിം, മിഥിലാജ്, മൃദുല, ജാസിൽ, റമീസ്, റമീസ്, റമീസ് ആബ്സെന്റ്. ശരത്, ശരത്, ഓക്കെ, സർഗ, ഷബ്ന, സൗരഭ്, ശ്രീരാജ്, സുബീൻ, വിഷ്ണു, അമൃത, അമൃത, അമൃത ആബ്സെന്റ്. അശ്വതി, ദിദിന, ദിദിന, ഹരിത, അമൽ. ഓക്കെ, അസൈൻമെന്റ്സ് വെക്കാത്തവരൊക്കെ വേഗം വെക്കാം കേട്ടോ.